അമ്മാവാ അമ്മാവാ. അയ്യോ നേരം എടുത്തോ? പിന്നെ സാർ എണീറ്റെന്നാ തോന്നണേ. അയ്യോ ആ പെണ്ണ് പാല് കൊണ്ടുവരുന്നത് ഇപ്പോഴാ. ഞാൻ കുറേ ചീത്ത പറഞ്ഞു. സാർ ചായ. ഹലോ, സ്റ്റേഷനിലെ ഇത് ഹരീഷൻ സാറിന്റെ എവിടുന്നാ? എടാ ഫോണൊന്നും എടുക്ക്. അനി അനി. ഹലോ, ആ അതെ, ഡിവൈസ് വിടാം. ആ വിളിക്കാം. ചേട്ടാ സ്റ്റേഷനിലാ. എന്താന്ന് ചോദിക്കേ? എന്തോ എമർജൻസി ആണോ പറഞ്ഞത്? ചേട്ടനല്ലേ ഒന്ന് ചോദിക്കേ. ഹലോ, ഡിവൈഎസ്പി ഹിയർ. ആ ഏത് ആ ഫിലിം? ആരാ ഇതിപ്പം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത്? അങ്ങോട്ട് ആളെ വിട്ടിട്ടുണ്ടോ? ഡെഡ് ബോഡി ആരും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലല്ലോ. നഷ്ടമായിപ്പോയി. ഞാനിപ്പോ അങ്ങെത്താം. റിയലി അൺഫോർച്ചുനേറ്റ്. ആരാ കാലത്തെ കാറ്റുപോയി കിടക്കുന്നത്? ഹരികൃഷ്ണൻ. നമ്മുടെ അത് തന്നെ, ഹരികൃഷ്ണൻ ഫിലിം ഡയറക്ടർ. എങ്ങനെ തട്ടിയതാ? ആരോ ഭയങ്കര സെൻസേഷൻ ആവൂലേ ഇനി ഇത്? എവിടെ വെച്ച സംഭവം? അങ്ങേരുടെ സ്ഥലത്ത് വെച്ച് തന്നെ. അങ്ങേര് ഇരുന്ന് എഴുതുന്ന കോട്ടേജ് വെച്ച്. ആരെങ്കിലും വിളിച്ചാ ഞാൻ സ്റ്റേഷനിലോട്ട് പുറപ്പെടാന്ന് പറഞ്ഞത്. കുട്ടികളെ ഇങ്ങനെ ഇവിടുത്തെ വാച്ചർ. ഇൻസ്റ്റന്റ് എത്താം.
ഏതോ പെണ്ണിന്റെ മാർക്ക് ചെയ്തോളൂ. ആ നായ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോ കൂടെ കയറുന്നവരോട് പ്രത്യേകം പറയണം, ഒന്നും ഡിസ്റ്റർബ് ചെയ്തെന്ന്. സൈമൺ തന്നെ ഇവിടെ നിന്ന് സൂപ്പർവൈസ് ചെയ്തത്. പുറത്ത് ക്രൗഡ് കൂടിക്കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ബോഡി എടുത്തില്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതാവും. ഒന്ന് രണ്ട് സിനിമാ പത്രക്കാരും അവരുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. അവർ കിടന്ന് പോകണ്ട. ഒറ്റ ഒന്നിനെ ഈ കോമ്പൗണ്ടിലേക്ക് കയറ്റണ്ട. നമ്മുടെ ആൾക്കാരോ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സോ മാത്രം വന്ന അകത്തേക്ക് വിട്ടാൽ മതി. പുള്ളിയുടെ മിസ്സസ് ഒക്കെ അവരെ ഇപ്പൊ ഉടനെ ആ റൂമിലേക്ക് കയറ്റണ്ട. ഫിംഗർ പ്രിന്റുകാരുടെയും ഫോറൻസിക്കാരുടെ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് വിട്ടാൽ മതി. സൈമൺ ഓക്കെ കിട്ടിയിട്ട് മാത്രം പെർമിഷൻ കൊടുക്കൂ. രാജേന്ദ്രൻ, ആ വാച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പുള്ളിയാണോ ആദ്യം ബോഡി കാണുന്നത്? എങ്ങനെയായിരുന്നു? കാലത്തെ ചായം കൊണ്ട് ചെന്നപ്പോ. അപ്പൊ എത്ര മണിയായി കാണും? ഒരു 6-6:30. പരവരാന്ന് വെളുത്ത് വരുന്നേ ഉള്ളായിരുന്നു. സാധാരണ ആ നേരത്താണോ പുള്ളി എണീക്കാറ്? ചിലപ്പം അതിന് നേരത്തെ എണീക്കും. വെളുപ്പിന് എണീക്കുന്നതാ ഇഷ്ടം. അതിരാവിലെയാണോ പുള്ളി സാധാരണ എഴുതാറ്? ഓ, ഈ സ്ഥലവും കെട്ടിടമൊക്കെ പുള്ളിയുടെ അല്ലേ? അതെ. സ്വസ്ഥമായിട്ട് ഇരുന്ന് ആലോചിക്കാനും എഴുതാനും ഒക്കെ വേണ്ടിയിട്ട് സാറ് തന്നെ സ്വന്തം ഇഷ്ടപ്പടി വെച്ച കോട്ടേജാ ഇത്. സിറ്റി വേറെ വീടുണ്ടല്ലോ? ഉണ്ട്. എന്നാലും എന്തെങ്കിലും വർക്കാടൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഊണും ഉറക്കും എല്ലാം. അന്നേരം വീട്ടിലോട്ട് പോവില്ല? ഇല്ല. അങ്ങനെ എത്ര ദിവസം വരെ വീട്ടിൽ പോകാതെ ഇവിടെ കഴിയാറുണ്ട്? അതാ ജോലി തീരുന്നവരാണ് ആ കണക്ക്. ചിലപ്പോ 1 മാസം 1.5 മാസം വരെയൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചിട്ടുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് പോവില്ല? വീട്ടിലേക്കെന്നല്ല, ഒരിടത്തോട്ടും പോവില്ല. ഇവിടെ തന്നെ മുറ്റവും കാമ്പൗണ്ടും ഒക്കെ ആയിട്ട് ആലോചിച്ച് ചുറ്റി നടക്കും. അപ്പൊ ഭാര്യയായിട്ട് ഫോണിനോടുള്ള ബന്ധം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോ അവരിങ്ങോട്ട് വരും. വേറെ ആരൊക്കെ വരും? അങ്ങനെ അധികാരം വരാറില്ല. ആ, എന്നാലും ആരെങ്കിലും ഒക്കെ വരാതിരിക്കോ? പ്രൊഡ്യൂസർമാരോ, ഫിലിം സ്റ്റാർസോ, പുതുമുഖങ്ങളോ? ചിലരൊക്കെ തപ്പി പിടിച്ചിങ്ങെത്തും. ആണുങ്ങളോ പെണ്ണുങ്ങളോ? രണ്ടും വരും. ചാൻസ് ചോദിച്ചോ? അതെ. വീട്ടിലിരുന്നാൽ എവിടെ വരവ് കാരണം എഴുത്ത് നടക്കാത്തതുകൊണ്ടാ സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ടിങ്ങോട്ടിങ്ങത്. എന്നാലും ചിലരൊക്കെ അന്വേഷിച്ച് പിടിച്ച് ഇവിടെയെത്തും. അപ്പോൾ വെള്ളം അടിക്കൂ? മുഖത്തിന്റെ ലക്ഷണം കണ്ടി വെച്ചതേ ഉള്ളൂ. അടിക്കുവേ? എങ്ങനെയാ? ദിവസം അടിക്കോ അതോ കെട്ടിയാൽ അടിക്കോ? ദിവസമില്ല, എന്നാലും ദിവസം അടിക്കും അല്ലേ? എങ്ങനെയാ? സാറ് വരുന്നതാണോ? അയ്യോ, ഇന്നേ ദിവസം വരെ അടിച്ചോണ്ട് ഞാൻ അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടില്ല. മണം അടിക്കുമെന്ന് തോന്നിയാ ഞാൻ പിന്നെ ഇപ്പുറത്തോടങ്ങ് മരിയല്ല. അടുക്കളയല്ല ഞാൻ ഒഴിഞ്ഞാളെ. ഇന്നലെ നിങ്ങൾ തമ്മിൽ അവസാനം കണ്ടപ്പോഴായിരുന്നു? വൈകുന്നേരം ഞാനൊന്ന് പുറത്തോട്ട് പോയി. വൈകുന്നേരം എന്ന് പറയുമ്പോ? ഒരു 5 മണി. അത്രയും തന്നെ ആയി കാണില്ല. സാറിനോട് ചോദിച്ചോണ്ടാണോ പോയത്? അതെ. തിരിച്ചു വരുമ്പോ എത്ര മണിയാക്കണം? 12 കഴിഞ്ഞ് കാണും. ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ എപ്പോഴെങ്കിലും ഇനി എത്തിയാൽ മതി എന്നാ. അങ്ങനെ പെർമിഷൻ കിട്ടുന്ന ദിവസം പോയി ശരിക്കും അങ്ങ് കയറ്റുമായിരിക്കും. അപ്പൊ ഇന്നലെ അതുപോലെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞതിന്റെ പേരില് അപ്പോൾ പോയി സ്റ്റൈലായിട്ടൊന്ന് മിനിങ്ങി. ഇന്നലെ ശാരം കൂടുതലായി പോയി. വന്നിട്ട് സാറിനെ കണ്ടോ? ഇല്ല. വന്നൊന്ന് അറിയിക്കാനായിട്ട് ചെമക്കുകയും പട്ടിയെറിയുകയും ചെയ്തിട്ട് കയറി കിടന്നു. പിന്നെ കാലത്താ കണ്ണുറക്കുന്നത്. അപ്പൊ ഇവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. സാറിന്റെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇരുന്ന് എഴുതിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. അതെന്താ പോവാഞ്ഞേ? ഞാൻ പറഞ്ഞല്ലോ, മണം ഓടിച്ചുകൊണ്ട് സാറിന്റെ മുമ്പ് ഞാൻ വെട്ടപ്പെടാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചോളൂ. അങ്ങനെ പതിവ്. ഒരു എവിഡൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെരുപ്പോ? സർ, ഒരു ലേഡീസ് ചപ്പൽ. ഒരെണ്ണോ ഒരു ജോഡിയോ? ഒരെണ്ണം. റോണി സ്മെല്ല് പിടിച്ച് ഓടി കിട്ടിയതാ. എവിടെ കിടന്നു? ആ നടവഴിയിൽ.
ഇന്നലെ സാറിന് ഗസ്റ്റ് വല്ലവരുണ്ട്? ആരുമില്ലായിരുന്നു. ഇനിയാണ് കഴിഞ്ഞ 9 ദിവസമായിട്ട് സാർ ഇവിടെ താമസിക്കുന്നു. ഈ 9 ദിവസവും ഞാനല്ലാതെ കാലത്തെ പാലും കൊണ്ടുവരുന്ന ഒരു പെങ്കൊച്ചല്ലാതെ മറ്റൊറ്റയാളെ ഈ കാമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിലോട്ട് വരേണ്ടി വരും. എനിക്ക് കുറെ കൂടെ ചോദിക്കാനുണ്ട്. അയ്യോ സാറേ, വയസ്സുകാലത്ത് അദ്ദേഹത്തിന്റെ ചോറായി എന്റെ ഈ തടി. ഇക്കാര്യത്തിൽ ഈ കളവിനെ സംശയിക്കുന്ന മഹാബാബ. അത് കേൾക്കണം. ആൾക്കൂട്ടം കയറി ചവിട്ടി പോയിട്ടിരുന്നതാ. ജോലി വലിച്ചെടുക്കുകയായിരുന്നു. മഹസർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ എടുത്ത ഉടൻ ഈ വീടും ഗേറ്റും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്ക്. ഡ്യൂട്ടിക്ക് 1-2 കോൺസ്റ്റബിൾസിനാണ്. ഈ ആൾക്കാരൊക്കെ മറിയിക്കവാ. എല്ലാരും മറന്നേ. കൺഗ്രാചുലേഷൻസ്. എന്തിനാ? സ്റ്റാർ തെളിഞ്ഞില്ലേ? വൈകുന്നേരം ടിവിയിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം. ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു 3-4 മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വിലസ. മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത്. ഓഹോ, രോമാഞ്ചം. നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. നടികളെ മുഴുവൻ ചോദ്യം ചെയ്യാൻ പോവാ. ഒന്ന് പോടാ. തൊന്തരവ് പിടിച്ച കേസാ. മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് പെമ്പിള്ളാർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ. ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും. ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന് പീക്കിൽ നിൽക്കുന്ന ടൈം. തട്ടിപ്പോയതൊരു ബോർ അവസ്ഥയിലാണേലും ആശാൻ അവിടെ സ്കോർ ചെയ്തു. കാറ്റ് പോണേൽ ബെസ്റ്റ് ടൈമിൽ പോണോന്ന് പറയുന്നത് നേരാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചത്. എന്നാലും ക്രൂവലായിപ്പോയി. ഈ എഴുത്തുകാര് സിനിമാക്കാര് വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഒറ്റ കക്ഷിയായിരുന്നു. ഹി വാസ് എ റിയൽ ആർട്ടിസ്റ്റ്. ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈലിനൊരു കേസ്. വല്ല ആന്ധ്രനെ അടവോടനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇതിപ്പോ പിടിച്ച 10 പേര് അറിയുമല്ലോ. പിടിച്ചില്ലേലും 10 പേരറിയും. അപ്പൊ ഗ്ലാമർ നാറ്റവും. അതാ പടി. എവിടുന്ന അസ്ത്രയും നിങ്ങളുടെ ഓട്ടോ കയറിയത്? ബസ് സ്റ്റാൻഡിനടുത്ത് നിന്നാ. അപ്പൊ എത്ര മണിയേക്കണം? 7-7:30. അവരെ പറ്റി നിങ്ങൾക്ക് അപ്പൊ സംശയമില്ലെന്ന് തോന്നിയോ? ഇല്ല. പിന്നെ എപ്പോഴാ സംശയം തോന്നിയ? പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ. അങ്ങനെ സംശയം തോന്നാൻ കാരണം? ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിലെഴുതി കണ്ടതുകൊണ്ട്. അതിന് അവരെ തന്നെ സംശയം തോന്നിയത്? അവരിറങ്ങിയത് ഹരീഷൻ സാറിന്റെ കോട്ടയിലേക്കുള്ള വഴി കഴിഞ്ഞൊരു വളവില. ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നുമില്ല. അവരിറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടയിലേക്ക് എന്ത് ദൂരം വരും? വളരെ അടുത്താ. ഏറിയാൽ ഒരു ഫർലാങ്. നിങ്ങൾ ആ കോട്ടയിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? പലപ്പോഴും. ആരെയും കൊണ്ട്? പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നോ? എനിക്കറിയാമായിരുന്നു. ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്ത് ഇറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും? ഞാൻ അന്നേരം അത്ര ശ്രദ്ധിച്ചില്ല. എന്നാലും ചെറുപ്പക്കാരിയാ. എന്തായിരുന്നു വേഷം? സാരി. സാരിയുടെ കളർ ഓർമ്മയുണ്ടോ? ഒരുതരം ചാരനിറമായിരുന്നെന്നാ എന്റെ ഓർമ്മ. വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? പ്രയാസമാണ്. അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഇവിടെ കണ്ടിട്ടുള്ള സ്ത്രീയല്ല. എത്ര വർഷമായി കാണും മാരേജ് കഴിഞ്ഞിട്ട്? 7 വർഷം. 7.5 കൊല്ലമാവും. ഈ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടുകാർക്കാർക്കും തീരെ താല്പര്യമില്ലായിരുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ? എന്തായിരുന്നു അങ്ങനെ എതിർക്കാൻ കാരണം? സിനിമാക്കാരൻ എന്നുള്ളതാണോ? പ്രധാനമായിട്ട് അത് തന്നെ. പിന്നെ ആ നേരത്ത് രാഗിനിക്ക് വേറൊരു വലിയ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാരാ? ഞാൻ രാഗിനിയുടെ ഒരു വകയിൽ അമ്മായിയായിട്ട് വരും. എന്താ പേര്? ലീലാമ്മ. ലീലാമ്മ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അതെ. എത്ര കാലമായിട്ട്? കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട്. അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് രാഗിനിക്കൊരു സഹായമായല്ലോ എന്നുകൊണ്ട് എന്നെ ഇവിടെ വിളിച്ചു നിർത്തിയിരിക്കുക. ഇക്കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട്? അതെ. അങ്ങനെയാണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം.
ഞാനിപ്പോ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല. മനസ്സിലായോ? തൽക്കാലം ഇവിടെ ഇരിക്കൂ. ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ. അത് ഞാൻ പറയാതെ അറിയാമല്ലോ. നിങ്ങളുടെ മാരീഡ് ലൈഫ് എങ്ങനെയായിരുന്നു? ഐ മീൻ മാരീഡ് ലൈഫും പോലെ തന്നെ എന്ന് പറയുമ്പോ ഒരു പ്രോബ്ലംസും ഇല്ലാത്തൊരു കുടുംബജീവിതമായിരുന്നു എന്നാണോ? ഏത് ഫാമിലി ലൈഫിലാ പ്രോബ്ലംസ് ഇല്ലാത്തത്? അത്രയ്ക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത്. ഹരികൃഷ്ണന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വെറുതെ കഥകളാണ്. നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റാണോ? ഹാബിറ്റൊന്നുമല്ല. എങ്കിലും മിക്കപ്പോഴും പുറത്തു പോകുമ്പോ കയ്യിലൊരു കർച്ചീഫ് കാണും. എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ എടുക്കും. ഈ കർച്ചീഫ് ഒന്ന് കാണട്ടെ. ജസ്റ്റ് അൺഫോൾഡ് ഇറ്റ്. സാധാരണ ഇരുവാതിരി കർച്ചീഫാണോ ഉപയോഗിക്കാറ്? എന്നൊന്നുമില്ല. ഈ കർച്ചീഫ് നിങ്ങളുടെ അല്ലേ? അല്ല. ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതുമാതിരി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇതൊന്ന് കാലിടൂ. വിട്ടോക്കണം. നിങ്ങൾ എന്നിട്ട് നോക്കൂ. സോറി, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചപ്പൽസ് ഞാൻ ഉപയോഗിക്കാറില്ല. അതെനിക്ക് അലർജി ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കാനൊന്നും അല്ല, തൽക്കാലം മെഷർമെന്റ് നോക്കാണ്. കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിന്ന് കിട്ടിയാണ് ഈ ചപ്പൽ. അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത്. കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അധികമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ലാന്ന് നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാലിലാണ് ഞാൻ ഇതിട്ട് നോക്കേണ്ടത്? നിങ്ങളിങ്ങനെ വരൂ. ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അത്രക്കാരനായിരുന്നില്ല. വഴക്കും ബഹളോ? ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ചിലപ്പോ ചില ചില്ലറ പിണക്കവും കരച്ചിലും ഒക്കെ ഉണ്ടായി കാണും. കുട്ടികളില്ലായിരുന്നത് ഒരു പ്രോബ്ലമായി കാണില്ലേ? സാധാരണ അങ്ങനെ വരുമ്പോ എന്തോ എന്റെ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല. കുട്ടികൾ ഉണ്ടായിരുന്നത് ആരുടെ തകരാറുണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാനത് ചോദിച്ചിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഗിനിക്ക് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ സ്ത്രീകൾക്കാർക്കും അങ്ങനെ ഒരു തകരാറില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരായിരുന്നു? അങ്ങനെ അടുത്ത കൂട്ടുകാരെന്ന് പറയാൻ അധികം ആരുമില്ല. ആരുമില്ലെന്നല്ലേ വേണമെങ്കിൽ പറയാം. പുള്ളിയായി, പുള്ളിയുടെ ജോലിയായി എന്നൊരു മട്ടുകാരനായിരുന്നു. എന്നാലും ഒരാളെങ്കിലും ഉണ്ടാവാതിരിക്കോ? എല്ലാ കാര്യങ്ങളും അറിയുന്ന, കാലങ്ങളായി പരിചയമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ. അതാരായിരിക്കും? മേനോൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളായിരുന്നു അടുത്ത സ്നേഹിതൻ എന്ന് പറയുന്ന ഒരാള്. അങ്ങനെ സിനിമല? അല്ല, അയാൾ ന്യൂ ഇന്ത്യ കെമിക്കൽസിന്റെ ഒരു ഓഫീസറാ. എവിടുന്ന് തുടങ്ങുന്നു ചോദിച്ചാൽ സ്കൂളിൽ മുതലറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു. ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛൻ ഇപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല. രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ നല്ല ടൈംസിലായിരുന്നല്ലോ. അതെ. എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി. മറ്റു പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്. എനിക്കറിയാം. എന്നിട്ട് പിന്നീട് അത് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കുമോ? ഭാര്യയെ കഴിയുമ്പോഴുള്ള പെൺപിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത്.
ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറെയൊക്കെ ശരിയാണ്. മുറിമുറിപ്പിൽ തുടങ്ങി പൊട്ടിത്തെറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവരോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നെ നിർത്തി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറിയൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങളിൽ കിടന്ന് വിലസുന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാർ ആക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പോർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവരുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു. കുട്ടി ഇപ്പൊ ആരായത് ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരിൽ. അനോണിമസോ ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയുക? രാഗിണി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കൂ. ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞാൽ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവിടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോകും. ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതേതായാലും വേണ്ട, നിങ്ങൾ എന്നെ ഒപ്പം പോകൂ. ഞാൻ വരാം. സാറിന് ഇങ്ങോട്ട് കയറി വരാം. എവിടേക്കെങ്കിലും വിളിച്ചോണ്ട് പോകാൻ കാറുമായി കാത്തു നിൽക്കുന്നെങ്കിൽ ഇനി വഴിക്കേണ്ട. എനിക്കിതൊന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതിയായിരുന്നു. സ്റ്റാർ ആവാൻ നിൽക്കുന്നു. ഇതുപോലെ നാളെ ഡയറക്ടർമാരുണ്ടെങ്കിൽ ഏത് തേവിടിശിക്ക് സ്റ്റാർ ആവാം. ചുമ്മാ അല്ലേ പത്രക്കാരൻ നിന്നെ പറ്റി പറയുന്നത്? അതിന് കൂട്ടു നിൽക്കാൻ ഒരു തള്ളേ വേണ്ടാത്തത് പറയരുത്. അമ്മേന്ന് മിണ്ടായി നിൽക്കുന്നുണ്ടോ? എന്താണ് ആവശ്യമില്ല സീൻ ഉണ്ടാക്കാതെ. ആവശ്യമില്ലാതെയോ? ഇതിന് ഞാൻ മിണ്ടില്ലെങ്കിൽ പിന്നെ ഏതായി ആവശ്യമുള്ളത്? ആ കുട്ടി എന്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പറയിൽ 4 പേര് അറിയ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവൾമാർക്കോ നാണോ മാനോ ഇല്ല. എന്തിനും കയറി ഇറങ്ങിയിരിക്കുക. നിങ്ങൾ 4 പേര് അറിയുമെന്ന് പോലും ഒന്നും ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ, അല്ലേ? ഉപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പഴാ അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ടൊന്നും കിട്ടാനില്ല. ഉണ്ടാവണമല്ലോ. ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ആവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാവശ്യം പറയരുത്. മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ മുമ്പ് നിലവനാവാമല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ടി വരും. അതിലാണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മാസം വന്നിട്ട് വീട്ടിലെ സൗകര്യം കിട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അടിച്ചിനെ കഴുത്തേൻ തിരിച്ചളയും. നീ അത് പോയിക്കോളൂ. പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി. ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും. പക്ഷെ പിന്നീട് അവരൊന്ന് തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്. പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം. ഒന്നുകിൽ വേറൊരു സ്ത്രീയോ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ. രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിട്ടുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. வணக்கம் சார். மேனேஜர் வெளியில போயிருக்கு. டேட் விஷயம் ஏதாவது சொல்லணும்னா அவர் வந்தா தான் தெரியும். துளசி இல்ல இருக்கு. எங்க இருக்கு? உள்ள இருக்கு. மேக்கப் போட்டுட்டே இருக்கு. നിങ്ങൾ മലയാളികളല്ലേ? ആമാ. പിന്നെന്താ മലയാളം പറയാത്ത? ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും.
തുളസി എനിക്കൊന്ന് കാണണമല്ലോ. இப்ப முடியாது சார். அந்த செட்டில டைரக்டர் கூட வெயிட் பண்ணிட்டு இருக்கணும். சீக்கிரமா மேக்கப் போட்டு அங்க செல்லான் தொடங்க அவள്. ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയം ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നുമല്ല. ഞാൻ ഇവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കാവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അത് തന്നെ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടേ പോയിടും. ഷൂട്ടിങ്ങും ക്യാൻസൽ ആയി. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വെറുതെ വൈകുന്നേരം വരേണ്ടത് നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. സാരമില്ല. ഇരിക്കൂ. വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതും ഇതുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്തും ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമ്പുണ്ടാക്കാൻ? ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ? ആരോ? അതിനേക്കാ സത്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക സ്റ്റേഷനിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിംഗ് അവിടെ ആയിരിക്കും. അയ്യോ സാർ പ്ലീസ്, ഞാനൊന്നും അറിഞ്ഞതില്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങളോടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെ മദ്രാസിലോ? ഇവിടെ തന്നെ. 17-ാം തീയതി ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? KR മൂവീസിന്റെ പടം. സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. അന്ന് എവിടെയായിരുന്നു കളി? ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 മണിക്ക് വന്നിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ.